yourself in the holy faith. അതിവിശുദ്ധ വിശ്വാസത്തിൽ നിങ്ങളെ പണിതെടുക്കുക. Which means അതിന്റെ അർത്ഥം there is already faith in you. Build on it. നിങ്ങൾക്കകത്ത് ഇപ്പൊ തന്നെ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ മുകളിൽ പണിത് ഉയർത്തണം. That is why Romans 12, the Bible says, you have given a measure of faith, now build that up. അതുകൊണ്ടാണ് റോമർ 12 ഓരോരുത്തരും വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഏതെങ്കിലും ഒരു അളവിൽ വിശ്വാസമുണ്ട്. പക്ഷെ അതിന്റെ മുകളിൽ വചനം വെച്ച് പണിത് ഉയർത്തേണ്ടത് അവരവർ തന്നെയാണ്. Praying in the Holy Spirit. അതിന് പറ്റിയിരിക്കുന്ന പദ്ധതി ആത്മാവിൽ പ്രാർത്ഥനയാണ്. I have a foundation. എന്റെ അകത്തൊരു അടിത്തറയുണ്ട്. And I am building on that. ഞാൻ ഈ അന്യഭാഷ പറയുമ്പോൾ ഞാൻ അതിന്റെ മുകളിൽ എന്തോ ഒരു വലിയ ഗോപുരം പോലെ കെട്ടിപ്പൊക്കുകയാണ്. I have been given divine health. എനിക്ക് സ്വർഗീയമായ ആരോഗ്യം തന്നിട്ടുണ്ട്. I have been given prosperity. എനിക്ക് ദൈവികമായ സമൃദ്ധി തന്നിട്ടുണ്ട്. Oh, I am building on it. ഞാൻ അതിന്മേൽ പണിത് ഉയർത്തുകയാണ്. Oh, I will not be distracted by anything. ഞാൻ മറ്റേ എന്തെല്ലാം പ്രതിസന്ധി വന്നാലും അതൊന്നും എന്നെ ബാധിക്കില്ല. Because I know. കാരണം എനിക്കറിയാം. Because he has already said. അവൻ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. No weapon formed against you shall prosper. ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. If you believe it, shout an amen. വിശ്വസിക്കുന്ന ഒരു ആമേൻ പറഞ്ഞാൽ